السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. مرحبا يا أصدقائي إلى فصل جديد الصف الخامس أظن أنكم طيبون. نعم. അപ്പോൾ നമ്മൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. അപ്പോൾ മാതാ ദറസ്തും ഫി ഫസ്ലിൽ മാലി. മാതാ ദറസ്തും ഫഹിംന ഫി ഫസ്ലിൽ മാലി. എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്? ഇസ്മു ദർസുൽ മാലി അൽ ഉൽഫത്ത് അല്ലേ? 1ാമത്തെ ചാപ്റ്ററിന്റെ പേരെന്താണ്? അൽ ഉൽഫത്ത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? അൽ ഉൽഫത്ത് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇന്റിമസി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലേ? അതിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത്? അതൊരു ഹിക്കായയാണ് അല്ലേ? അപ്പോൾ ആ ഹിക്കായയിൽ എന്താണ് പറയുന്നത്? അനിദ്ദിഹാബി ഫവാസ് ഇലൽ മത്താരി അല്ലേ? ഫവാസ് എന്ന ഒരു കുട്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. എന്തിനാണ് പോകുന്നത്? ഇസ്തിഖ്ബാലി അബിഹി അല്ലേ? ഹുവ ഖാദിമും മിൻ ഖത്തർ. ഖത്തറിൽ നിന്നും വരുന്ന തന്റെ പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ആര്? ഫവാസ്. അങ്ങനെ ആ ചാപ്റ്റർ ഇങ്ങനെ വന്ന് പിന്നീട് എന്താണ് അതിൽ നമുക്ക് കാണാം, അവന്റെ വാപ്പാനെ കണ്ടുമുട്ടുമ്പോൾ നറ അൽ ഉൽഫത്ത് അല്ലേ? അവർക്കിടയിലുള്ള അടുപ്പവും അൽ മഹബത്ത്, അവർക്കിടയിലുള്ള ആ സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റി. അവര് എന്താണ് കെട്ടിപ്പിടിച്ച് അല്ലേ ഓടിച്ചെന്ന് അതൊക്കെ കണ്ടുല്ലേ? അത് കഴിഞ്ഞിട്ട് അങ്ങനെ അവരുടെ യാത്രക്കിടയിൽ ഇന്ദമാ റഅ ഫവാസ് അബൂഹു എന്താണ് അത് കഴിഞ്ഞതിന് ശേഷം ഒക്കെ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റി? അൽ ഉൽഫത്ത് വൽ മഹബത്ത് കാണാൻ പറ്റി. പിന്നെന്താണ് പിന്നെന്തൊക്കെ കണ്ടേ? വഴിയിൽ വെച്ച് അവര് എന്ത് കണ്ടു? റഔ ഇമ്രഅത്തും മുസിന്ന, ഒരു വയസ്സായ ഒരു സ്ത്രീയെ കണ്ടുമുട്ടില്ലേ? എവിടെ? ഒരു കാറിൽ ഇങ്ങനെ വരുമ്പോ അപ്പൊ അല്ലത്തി എങ്ങനത്തെ ഒരു സ്ത്രീ ആയിരുന്നു? ഹജറത്ത് ഇബ്നഹു ഫി ത്വരീഖിലെ ഫി ജാനിബി ത്വരീഖി, വഴിയരികിൽ ഉപേക്ഷിച്ച തന്റെ മകനെ വഴിയരികിൽ ഉപേക്ഷിച്ച ഒരു ഇമ്രഅത്തൻ മുസിന്ന, ഒരു വയസ്സായ ഒരു സ്ത്രീയെ അവർ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ കുറെ നേരം അവർ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ആരും വന്നില്ല, കൊണ്ടുപോവാൻ ആരും വന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു ഫവാസിന്റെ ഉപ്പ ഇത്തസല അബൂഹു അഷുർത്തി അല്ലെ? പോലീസിനോട് കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് പോലീസ് വന്നു. അങ്ങനെ സല്ലം അബൂ ഫവാസ് ഹാദിൽ മറഅത്തയിലെ ഷുർത്തി, പോലീസിന് ഫവാസിന്റെ ഉപ്പ ഏൽപ്പിക്കുകയാണ് അല്ലെ? ആ സ്ത്രീയെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് അവസാനം റഹബു അഥവാ റജൌ അവർ മടങ്ങി. ഉസ്രത്ത് ഫവാസ് അവർ മടങ്ങിയത് എങ്ങോട്ടാണ്? ഇലാ ബൈത്തിഹിം, അവരുടെ വീട്ടിലേക്ക് പോയില്ലേ? അങ്ങനെ അപ്പൊ നമ്മളെ ചാപ്റ്റർ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പൊ അതിന്റെ ബാക്കിയാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. അടുത്ത ചാപ്റ്റർ ആ കഥയുടെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോ 33ാമത്തെ പേജിലോട്ട് നോക്കൂ. നഖ്റഉൽ ഹിവാറ വനുഹാവിറു. നഖ്റഉ നമുക്ക് വായിക്കാം, അൽ ഹിവാറ ഡയലോഗുകൾ വായിക്കാം, വനുഹാവിറു എന്നിട്ട് നമുക്കത് ചർച്ച ചെയ്യാം. വി റീഡ് ദ ഡയലോഗ് ആൻഡ് ഡിസ്കസ്. താഴെ ഇനി നമ്മുടെ ചാപ്റ്റർ എന്താണ്? ഒരു ഹിവാറാണ് കേട്ടോ, ഒരു കോൺവെർസേഷൻ ആണ് നടക്കുന്നത്. അപ്പൊ നമ്മുടെ ഇസ്മു ദർസ് എന്താ? ഉൻവാനു ദർസിന ഹദിയത്തി. ഹദിയത്തി പറഞ്ഞാൽ ഹദിയ പറഞ്ഞാൽ ഗിഫ്റ്റ് അല്ലേ? ഹദിയത്തി പറഞ്ഞാല് മൈ ഗിഫ്റ്റ്. അപ്പൊ നമ്മൾ തുടങ്ങിയാലോ? ഒഫിൽ ഗദി ذهب فواز إلى غرفة المدرسين فسألت مربية الصف لم لم تحضر المدرسة أمس. ഒഫിൽ ഗദി അങ്ങനെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞാല് ഫവാസിന്റെ പിതാവ് വന്ന് പിറ്റേ ദിവസം. ഗദൻ എന്ന് പറഞ്ഞാല് നാളെ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇവിടെ വരുന്നത് പിറ്റേ ദിവസം. അങ്ങനെ പിറ്റേ ദിവസം റഹബ ഫവാസ് പോയി. ഇലാ ഗുർഫത്തിൽ മുദരിസീൻ, ടീച്ചേഴ്സ് റൂമിലേക്ക് പോയി. ഫവാസ് ഇലാ ഗുർഫത്ത് എന്താ? റൂം. അൽ മുദരിസീൻ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ്. മുദരിസത്തും
മുദരിസീൻ മുദരിസീന പറഞ്ഞാൽ ടീച്ചേഴ്സ്. ഒരുപാട് ടീച്ചേഴ്സ് റൂം ഏതാ നമ്മൾ പറയാ സ്റ്റാഫ് റൂം അല്ലേ. അങ്ങനെ ദ നെക്സ്റ്റ് ഡേ ഫവാസ് വെന്റ് ടു ദി ടീച്ചേഴ്സ് റൂം. ഫസഅലത്ത് മുറബിയത്ത് സ്വൈഫ്. അപ്പോൾ ഫസഅലത്ത് ആര്? മുറബിയത്ത് സ്വൈഫ്. മുറബിയത്ത് സ്വൈഫ് പറഞ്ഞാൽ ക്ലാസ് ടീച്ചർ ചോദിച്ചു. ഫസഅലത്ത് പറഞ്ഞാൽ ആസ്ക്ഡ്, ചോദിച്ചു. മുറബിയത്ത് സ്വഫി നമ്മളെ ക്ലാസ് ടീച്ചർ ചോദിച്ചു. ആരുടെ? ഫവാസിന്റെ ക്ലാസ് ടീച്ചർ ചോദിക്കുകയാണ്. ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ്. എന്താണ് ചോദിക്കുന്നത്? ലിമലം തഹ്ലുരിൽ മദ്രസത്ത അംസി. ലിമലം എന്തുകൊണ്ടില്ല, എന്തുകൊണ്ട്, തഹ്ലുരി നീ വന്നില്ല, അൽ മദ്രസത്ത സ്കൂളിൽ, അംസി ഇന്നലെ, എന്തുകൊണ്ട് ഇന്നലെ സ്കൂളിൽ വന്നില്ല. തഹ്ലുരി പറഞ്ഞാല് നീ വന്നില്ല അഥവാ നീ പ്രസന്റ് ആയില്ല. എന്തുകൊണ്ട് ഇന്നലെ പ്രസന്റ് ആയില്ല എന്ന് ചോദിക്കുകയാണ്. വൈ ഡിഡിൻ യു കം ടു സ്കൂൾ യെസ്റ്റർഡേ. അപ്പോൾ അംസിക്ക് എന്താ പറയാ? ഇന്നലെ അല്ലേ. അപ്പൊ നാളെ എന്നുള്ളത് ഓതൻ. യെസ്റ്റർഡേ പറഞ്ഞാല് അംസി ഇന്നലെ. അപ്പോ അല്യോം എന്ന് പറഞ്ഞാല് ഇന്നലെ. അപ്പോൾ എന്താ പറയുന്നത്? ലിമലം തഹ്ലുരിൽ മദ്രസ തംസി, നീ എന്തുകൊണ്ട് ഇന്നലെ സ്കൂൾ വന്നില്ല. വൈ ഡിഡിൻ യു കം ടു സ്കൂൾ യെസ്റ്റർഡേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പൊ ഫവാസ് പറയാണ് ദഹബ്തു ഇലൽ മത്താർ. അപ്പൊ എന്താണ് അവന് പറഞ്ഞത്? അവന് ദഹബ്തു ഞാൻ പോയി, ഇലൽ മത്താർ എയർപോർട്ടിലേക്ക് പോയി എന്നാണ് അവൻ പറയുന്നത് അല്ലേ. ശരിയല്ലേ? ഇന്നലെ അവന് അവന്റെ പിതാവിനെ വിളിക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് പോയി അല്ലേ. ഐ വെന്റ് ടു ദി എയർപോർട്ട്, ഞാൻ എയർപോർട്ടിലേക്ക് പോയി. അപ്പോൾ മുദരിസ നമ്മുടെ ക്ലാസ് ടീച്ചർ ചോദിക്കാം കേട്ടോ. ടീച്ചർ ലിമാദ, വൈ, എന്തിനു വേണ്ടിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോയത് എന്ന് ചോദിക്കാണ്. ലിമാദ പറഞ്ഞാല് എന്തിനു വേണ്ടി. 34-ാമത്തെ പേജിലോട്ട് നോക്കൂ. ഫവാസ് പറയാണ് ലി ഇസ്തിഖ്ബാലി വാലിദി, ലി ഇസ്തിഖ്ബാലി ടു റിസീവ്. വാലിദി എന്നാല് മൈ ഫാദർ, എൻ്റെ പിതാവിനെ, എൻ്റെ ഫാദറിനെ റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പോയതാണെന്നല്ലേ. അപ്പൊ എന്താണ് പറയുന്നത്? ലി ഇസ്തിഖ്ബാലി വാലിദി എന്നാല് ടു റിസീവ് മൈ ഫാദർ. അപ്പൊ മുദരിസ ചോദിക്കാണ്, ആസ്ക്ഡ് മുൻദു കം സന യഅമലു വാലിദുക ഫി ശരിക്കത്തി ഖത്തറിൽ പെട്രോൾ. മുൻദു കം സന എത്ര വർഷമായി, മുൻദു കം സന എത്ര വർഷമായി, യഅമലു വാലിദുക നിന്റെ പിതാവ് വർക്ക് ചെയ്യുന്നു, ഫി ശരിക്കത്തി ഖത്തർ കമ്പനി, ഖത്തറിലെ കമ്പനിയിൽ എത്ര വർഷമായി നിന്റെ പിതാവ് ജോലി ചെയ്യുന്നത്. ലി പെട്രോളിയം കമ്പനിയിലെ അല്ലേ. അപ്പോൾ ഫവാസിന്റെ പിതാവായ ഖാലിദ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഖത്തറിലെ ഒരു പെട്രോളിയം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ചോദിക്കാണ് എന്താണ്? അൽ മുദരിസ ആസ്ക്ഡ് മുൻദു കം സന യഅമലു വാലിദുക ഫി ശരിക്കത്തി പെട്രോൾ, ഹൗ മെനി ഇയേഴ്സ് ഹാസ് യുവർ ഫാദർ ബീൻ വർക്കിംഗ് അല്ലേ. എത്ര വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു എവിടെ? ഫി ശരിക്കത്തി ഖത്തർ, ഇൻ ദി കമ്പനി ഓഫ് ഖത്തർ ദി പെട്രോളിയം കമ്പനിയിൽ എത്ര വർഷമായി വർക്ക് ചെയ്യുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അജാബ് ഫവാസ്, എന്താണ് ഫവാസ് എന്താ പറയുന്നത്? മുൻദു 5 സനവാത്തി, 5 വർഷമായി അല്ലേ. മുൻദു 5 സനവാത്തി 5 വർഷമായി. 5 years ago 5 വർഷമായി കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം മുൻദു 5 സനവാത്തിൻ 5 years ago. അപ്പോൾ വീണ്ടും സഅലത്തിൽ മുദരിസ ആസ്ക്ഡ്, ടീച്ചർ ആസ്ക്ഡ് മാ വലീഫത്തുഹു. വലീഫ പറഞ്ഞാല് എന്താണ് അവരുടെ ജോലി എന്താ എന്ന് ചോദിക്കാം അല്ലേ. വാട്ട് ഈസ് ഹിസ് ജോബ്, എന്ത് ജോലിയാണ് ചെയ്യണേ ആ കമ്പനിയിൽ, പെട്രോളിയം കമ്പനിയിൽ എന്ത് ജോലിയാണ് ചെയ്യണേ. വാട്ട് ഈസ് ഹിസ് ജോബ് എന്ന് ചോദിക്കാണ്. അപ്പോൾ അജാബ ഫവാസ് പറയാണ് എന്താ ജോലി? മുഹാസിബുൻ എന്ന് പറഞ്ഞാൽ എന്താ? മുഹാസിബുൻ എന്നാൽ അക്കൗണ്ടന്റ് ആണ് കേട്ടോ, അക്കൗണ്ടന്റ് ആണ്. സയ്യിദത്തി ഹാദിഹി ഹദിയത്തുൻ ലക,
സയ്യിദത്തി പറഞ്ഞാല് മാം മാം എന്ന് വിളിക്കാം കേട്ടോ. ടീച്ചറെ വിളിക്കാണ്. സയ്യിദത്തി ഹാദിഹി ഹദിയത്തുൻ ലക, ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഹാദിഹി ഹദിയത്തുൻ ലക, ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ യു. ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് ആണ് എന്ന് പറയാണ്, നിങ്ങൾക്കുള്ളൊരു സമ്മാനമാണ്. അപ്പൊ എന്താ പറയുന്നത്, എന്താണ് വലീഫത്ത് എന്താ പറഞ്ഞ്, അക്കൗണ്ടന്റ് പറഞ്ഞാല് മുഹാസിബുൻ. പിന്നെ മാം ദിസ് ഈസ് എ ഗിഫ്റ്റ് ഫോർ യു, ഹാദിഹി ഹദിയത്തുൽ ലക്കി, ഇത് നിങ്ങൾക്കുള്ളൊരു ഗിഫ്റ്റ് ആണെന്ന് പറയാണ്. എന്നിട്ട് ആ ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. അല്ലേ, പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് 33-ാമത്തെ പേജില് പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമുക്ക് ടീച്ചറെ കാണുന്നുണ്ട്, അവിടെ ഫവാസിനെ കാണുന്നുണ്ട്, അവന്റെ ഫീ യദിഹി ഹദിയ അല്ലേ. അപ്പോ എന്താണ്, അപ്പൊ മുദരിസ് എന്താ പറഞ്ഞ്, ശുക്രൻ താങ്ക് യു എന്ന് പറഞ്ഞ് വാങ്ങാണ് അല്ലേ, ശുക്രൻ. അപ്പൊ നമ്മൾ ഒരാള് നമുക്കൊരു സാധനം തന്നാൽ നമ്മള് താങ്ക് യു പറയില്ലേ, ശുക്രൻ എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കും. അങ്ങനെ ടീച്ചർ ശുക്രൻ എന്ന് പറഞ്ഞ് അത് സ്വീകരിക്കുകയാണ് കേട്ടോ. ദിയത്തുൽ മുദരിസ ഔ ആർക്ക്, മുറബിയത്തു സൊഫ് അല്ലേ, നമ്മൾ ക്ലാസ് ടീച്ചർക്ക്. അങ്ങനെ ഫവാസ് ആ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ അപ്പൊ ടീച്ചർക്ക് മാത്രം ഗിഫ്റ്റ് കൊടുത്താൽ മതിയോ, പോരല്ലോ. അങ്ങനെ ഇനി അടുത്ത നോക്കൂ, നതഖയ്യലു വനുഇദ്ദുൽ ഹിക്കായ. നതഖയ്യലു നമുക്ക് ഭാവനയിൽ കാണാം, വനുഇദ്ദു എന്നിട്ട് നമുക്ക് തയ്യാറാക്കാം, അൽ ഹിക്കായ ഒരു ചെറിയൊരു ഹിക്കായ തയ്യാറാക്കാം. ഒരു ഹിക്കായ നമുക്ക് തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ എന്താണ്, ഇജ്തമഅൽ അസ്തിഖാഉ ഹൗല ഫവാസ് ഫഅതാഹുൽ ഹൽവയാതു. ഇജ്തമഅൽ അസ്തിഖാഉ അവന്റെ ഫ്രണ്ട്സുകളൊക്കെ അല്ലെ, ഫവാസിന്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരുമിച്ച് കൂടി. ഗാദേഡ്, ഇജ്തമ പറഞ്ഞാല് ഒരുമിച്ച് കൂടി, ഗാദേഡ് ദി ഫ്രണ്ട്സ് ഗാദേഡ് ഹൗല ഫവാസി ഫവാസിന് ചുറ്റും, അറൗണ്ട് എന്ന് പറയാം. ഹൗല ഫവാസി ഫവാസിന് ചുറ്റുമാണ് കൂടി. ഫഅതാഹും അൽ ഹൽവയാതു അപ്പൊ ഫവാസ് അവർക്കൊക്കെ എന്ത് കൊടുത്തു, അഅതാഹും അവർക്ക് നൽകി, അൽ ഹൽവയാതു സ്വീറ്റ്സുകളൊക്കെ കൊടുത്തു. ഉപ്പ വന്ന് സമ്മാനമായിട്ട് കുട്ടികൾക്ക് ഫ്രണ്ട്സിനൊക്കെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. അപ്പോൾ ദ ഫ്രണ്ട്സ് ഗാദേർഡ് അറൗണ്ട് ഫവാസ്, അങ്ങനെ സോ ഹി ഗേവ് ദം സ്വീറ്റ്സ്. വസഅലു കൈഫ കാനത് റിഹ്ലതുക യാ ഫവാസ്, അവർ ചോദിക്കാൻ കേട്ടോ. കൈഫ കാന ആര്, ആ ഫ്രണ്ട്സ് അസ്തിഖാ ചോദിക്കുവാണ്, കൈഫ കാനത്ത് റിഹ്ലതുക യാ ഫവാസ്, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ യാത്ര. ഫവാസിനോട് ചോദിക്കുക, യാ ഫവാസേ എങ്ങനെ ഉണ്ടായിരുന്നു ആ യാത്ര, എയർപോർട്ടിലേക്കൊക്കെ പോയതല്ലേ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു. കൈഫ കാനത്ത് എങ്ങനെയുണ്ടായിരുന്നു, റിഹ്ലതുക നിന്റെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു, യാ ഫവാസ് ഫവാസേ എന്ന് ചോദിക്കാൻ കേട്ടോ. എന്താണ്, ഹൗ വാസ് യുവർ ട്രിപ്പ് അല്ലേ, ഫവാസ് എന്നായിരിക്കും. ഹൗ വാസ് യുവർ ട്രിപ്പ്, കൈഫ കാനത്ത് റിഹ്ലതുക പറഞ്ഞാല് ഹൗ വാസ് യുവർ ട്രിപ്പ്. അപ്പൊ ഹക്ക ഫവാസ് റിഹ്ലതു, അങ്ങനെ ഫവാസ് അവന് പറയാണ്, ഹക്ക ഫവാസ് പറഞ്ഞു, റിഹ്ലതുഹു അവന്റെ യാത്രയെ കുറിച്ച് പറയാണ്. ഫവാസ് ടോൾഡ് ദം അബൌട്ട് ഹിസ് ട്രിപ്പ്, അങ്ങനെ ആ ട്രിപ്പിനെ കുറിച്ചൊക്കെ അവന്, റിഹ്ലത്ത് പറഞ്ഞാല് ട്രിപ്പ് അല്ലേ, അങ്ങനെ ആ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഫവാസ് ടോൾഡ് ദം അബൌട്ട് ഹിസ് ട്രിപ്പ്, ആ ട്രിപ്പിനെ കുറിച്ച് പറയാണ്. എന്താണ് പറയുന്നത്, എന്തായിരിക്കും ഫവാസ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. 35-ാമത്തെ പേജില് കുറച്ച് പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പോയിന്റ്സ്. ആ പോയിന്റ്സ് എന്താ, ഇലൽ മത്വാരി എയർപോർട്ടിലേക്ക്, മുരീഹത്ത് എന്ന് പറഞ്ഞാല് വളരെ ആസ്വാദനകരമായിരുന്നു. പിന്നെ ബാദനിസ് ഫിസ്സ അങ്ങനെ കുറച്ച് സമയം, അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. പിന്നെ ഷാഹദത്തു ഞാൻ കണ്ടു. പിന്നെ റക്കിബിന ഞങ്ങൾ കയറി. വസൽന ഞങ്ങൾ എത്തി. പിന്നെ റിഹ്ലത്തൻ ട്രിപ്പ് യാത്ര. അപ്പോൾ ഒരു പാരഗ്രാഫ് ഒരു ഹിക്കായ തയ്യാറാക്കാനുള്ള ഒരു എംപ്റ്റി സ്പേസ് നമുക്ക് കാണാൻ പറ്റുന്നല്ലേ, അത് നമുക്ക് ഫില്ല് ചെയ്യാം. എല്ലാം റെഡി അല്ലേ. അപ്പൊ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യണം. എന്തൊക്കെ, ഇലൽ മത്താരി, മുരീഹ, ബാദനിസ്ഫിസ, ഷാഹദ്തു, റക്കിബിന, വസൽന, റിഹ്ല. അപ്പൊ ഈ പോയിന്റ്സുകൾ ശ്രദ്ധിച്ചു നോക്കൂ.
ഇതിലെന്തൊക്കെ പറയുന്നത്? ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടല്ലേ, ഞങ്ങള്, ഞാന് എന്നാണ് പറയുന്നത്. ഷാഹദത്തു പറഞ്ഞാൽ ഞാൻ കണ്ടു, റക്കിബിന ഞങ്ങൾ കയറി, വസൽന ഞങ്ങൾ എത്തി എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഒരാള് നമ്മൾ നമ്മുടെ സ്വന്തം കഥ പറയുമ്പോൾ എങ്ങനെയാണ് പറയാ? ഞങ്ങൾ പോയി, രാവിലെ ഞാൻ എണീറ്റു, എന്നിട്ട് എയർപോർട്ടിലേക്ക് പോയി, ഞാൻ വിമാനം ഇറങ്ങുന്നത് കണ്ടു, ലാൻഡ് ചെയ്യുന്നതൊക്കെ കാണുന്ന ഇത് പറയുന്നുണ്ട് അല്ലേ. അങ്ങനെ ഞാൻ കണ്ടു, ഞങ്ങൾ പോയി, അതുപോലെ അങ്ങനെ എഴുതണം കേട്ടോ. അപ്പൊ നമ്മളൊന്ന് എഴുതി നോക്കിയാലോ. അപ്പോൾ ഇനി ഏതായാലും ഞാനൊരു മോഡൽ കാണിക്കാം. ആ മോഡൽ എല്ലാവരും നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുക. ഖറജത്തു മഅ ഉസ്റതി സുബാഹൻ എന്ന് പറയാം അല്ലേ. ഫസ്റ്റ് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഖറജത്തു ഞാൻ പുറപ്പെട്ടു, മഅ ഉസ്റതി എൻ്റെ ഫാമിലിയോട് കൂടെ, സുബാഹൻ രാവിലെ പുറപ്പെട്ടു, ഇലൽ മത്വാരി എയർപോർട്ടിലേക്ക്. അപ്പോൾ ഇലൽ മത്വാരി എന്നുള്ള പോയിന്റ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് പോയത്? ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ അല്ലേ. നമ്മുടെ പാഠഭാഗത്തുള്ള ഫസ്റ്റ് പാരഗ്രാഫിലുള്ള ഭാഗം തന്നെയാണ് നമുക്ക് മൊത്തത്തിൽ ഫില്ല് ചെയ്യാനുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം? ലി ഇസ്തിഖ്ബാലി വാലിദിഹി അൽ ഖാദിം മിൻ ഖത്തർ, ഖത്തറിൽ നിന്നും വരുന്ന എൻ്റെ പിതാവിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാവിലെ തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. ആരുടെ കൂടെ? ഫാമിലിയുടെ കൂടെ. അങ്ങനെ ഇൻതളർന ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഖുദൂമഹു എന്ത് ഖുദൂമഹു പറഞ്ഞാൽ ആരുടെ വരവാ? വാലിദു ഫവാസ് അല്ലേ. അപ്പൊ ഇൻതളർന പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഖുദൂമഹു പിതാവിന്റെ വരവ് ഞങ്ങൾ പ്രതീക്ഷിച്ചു, ഫിസ്വാലത്തി ആ ടെർമിനലിൽ ഇരുന്നു കൊണ്ട്, ആ ഹാളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ ഷാഹദത്തു ഞങ്ങൾ കണ്ടു, ഹുബൂത്തോ ഇറത്തി. ഹുബൂത്തോ ഇറ പറഞ്ഞാല് എന്താണ്? ലാൻഡിങ്, വിമാനത്തിന്റെ ലാൻഡിങ് ഞങ്ങൾ കണ്ടു. ഷാഹദത്തു പറഞ്ഞാല് ഞങ്ങൾ കണ്ടു, നമുക്ക് എഴുതാനുള്ളൊരു പോയിന്റ് ആണ് അല്ലേ ഷാഹദത്തു. അപ്പോൾ ഞാൻ കണ്ടു, ഹുബൂത്തോ ഇറ ഫ്ലൈറ്റിന്റെ ലാൻഡിങ് ഞാൻ കണ്ടു. പിന്നെ മുബാശറത്തൻ എന്ന് എഴുതാം അല്ലെ, നേരിട്ട് കണ്ടു, ലൈവായിട്ട് ഡയറക്റ്റ്ലി അല്ലേ, ഐസോ ഡയറക്റ്റ്ലി നേരിട്ട് കണ്ടു എന്ന് പറയാം. പിന്നെ ബാദനി സ്വിസ അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഒരു പോയിന്റ് ആണത് അല്ലേ. ബാദനി സ്വിസ ഖറജ്ന മിനൽ മത്വാരി റക്കിബിന സയ്യാറ. അങ്ങനെ ഉപ്പൊക്കെ വന്ന് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഖറജ്ന ഞങ്ങൾ പുറപ്പെട്ടു, മിനൽ മത്വാരി എയർപോർട്ടിൽ നിന്നും, റക്കിബിന ഞങ്ങൾ കയറി, അസയ്യാറ എന്ത് ഒരു കാറിൽ കയറി. അങ്ങനെ ഒഫിത്വരേക്ക് അങ്ങനെ വഴിയിൽ വെച്ച് റഅയ്ന ഇംറഅത്തൻ മുസിന്ന, റഅയ്ന ഞങ്ങൾ കണ്ടു, ഇംറഅത്തൻ മുസിന്ന. ഇംറഅത്തൻ മുസിന്ന പറഞ്ഞാല് ഒരു വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു. തെന്തളിർ ഇബ്നഹ അവരുടെ മകനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വയസ്സായ സ്ത്രീയെ കണ്ടു. ഒമാ അലിമത്ത് അൽമർഅത്തു അന്നഹ മഹജൂറ. ഒമാ അലിമത്ത് പറഞ്ഞാല് ആ സ്ത്രീക്ക് അറിയില്ല, അൽമർഅത്ത ആ സ്ത്രീക്ക് അറിയില്ല, അന്നഹ മഹജൂറ അവളെ ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ല അല്ലേ. മഹജൂറ പറഞ്ഞാല് ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന്. അങ്ങനെ ഇത്തസ്ല അബി, ഇത്തസ്ല പറഞ്ഞാല് കോണ്ടാക്ട് ചെയ്തു. ഇത്തസ്ല അബി എൻ്റെ പിതാവ് കോണ്ടാക്ട് ചെയ്തു, അശുർത്തത്ത പോലീസിനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഫദഹബു എന്നിട്ട് അവർ പോയി, ബിഹ അവരെയും കൊണ്ട് ആ പോലീസ് പോയി. ഫദഹബു ബിഹ അവളെയും കൊണ്ട് പോലീസ് പോയി. അങ്ങനെ മസാഅൻ വൈകുന്നേരം, രാവിലെ അല്ലേ അവർ പോയത്, അപ്പോൾ അങ്ങനെ വൈകുന്നേരം മസാഅൻ വസൽന ഇലാ ബൈത്തി, അങ്ങനെ വൈകുന്നേരം വസൽന ഞങ്ങൾ എത്തി, നമുക്ക് എഴുതാനുള്ളൊരു പോയിന്റ് ആണ് അല്ലേ. വസൽന ഞങ്ങൾ എത്തി, ഇലൽ ബൈത്തി വീട്ടിലേക്കെത്തി. കാനത്ത് റിഹ്ലത്തു മുരീഹത്തുൻ ഞങ്ങളുടെ ഈ യാത്ര എന്തായിരുന്നു? മുരീഹത്ത് എന്ന് പറഞ്ഞാൽ നല്ല ആസ്വാദനകരമായിരുന്നു അല്ലേ. കാനത്ത് റിഹ്ല ഞങ്ങളുടെ ട്രിപ്പ് എന്തായിരുന്നു? മുരീഹത്തുൻ. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് എന്ത്? മുരീഹത്തുൻ. അപ്പൊ അതും അവിടെ അങ്ങനെ എഴുതാം. ഇനി താഴോട്ട് നോക്കൂ. നഖ്റഉന്നസ്സ വനുജീബു അനിൽ അസ്ഇലത്തി വനക്തുബു. നഖ്റഉന്നസ്സ നമുക്ക് ആ പാഠഭാഗം വായിക്കാം. വനുജീബു നമുക്ക് ഉത്തരം പറയാം. അനിൽ അസ്ഇലത്തി വനക്തുബു താഴെയുള്ള
ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാം. എന്നിട്ട് നമുക്കത് നോട്ടിൽ എഴുതാം. ഒനക്തുബ് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പോൾ റെഡി അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ? ഇലാ ഐന ദഹബ ഫവാസ്, എവിടേക്കാണ് ഫവാസ് പോയത് അല്ലേ? ഇലാ ഐന, എവിടേക്കാണ് ദഹബ ഫവാസ്, ഫവാസ് പോയത്. എവിടേക്കാ പോയത്? ഇലൽ മത്വാരി അല്ലേ? എയർപോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ എല്ലാവരും അത് നോട്ടിലേക്ക് എഴുതുമെന്ന് കരുതുന്നു. അങ്ങനെ രണ്ടാമത്തെ നോക്കാം. മാഹിയ വലീഫത്ത് വാലിദി ഫവാസ്, മാഹിയ വലീഫത്ത് വാലിദ് ഫവാസ്, ഫവാസിന്റെ പിതാവിന് എന്താണ് ജോലി? എന്താണ് ജോലി? മാഹിയ വലീഫ വാലിദ് ഫവാസ്, നമ്മൾ ഇന്നാണ് ചർച്ച ചെയ്തത്. എന്താണ് ജോലി? ഹുവ മുഹാസിബുൻ അല്ലേ? അവരെന്താണ്? ഒരു അക്കൗണ്ടന്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുഹാസിബുൻ എന്ന് എഴുതാം. പിന്നെ മൂന്നാമത്തെ എന്താ? മാതാ ഖദ്ദമ ഫവാസ് ഇലൽ മുറബിയത്ത് സൊഫി, മാതാ ഖദ്ദമ, എന്താണ് ഖദ്ദമ നൽകിയത്, എന്താണ് കൊടുത്തത്? ഫവാസ് ഇല മുറബിയത്ത് സൊഫി, തൻ്റെ ക്ലാസ് ടീച്ചർക്ക് ഫവാസ് എന്താണ് കൊടുത്തത്? എന്താ കൊടുത്തത്? ഹദിയ അല്ലേ? തൻ്റെ പിതാവ് വന്ന ഹദിയയാണ് കൊടുത്തത്, ഗിഫ്റ്റാണ്, ഒരു ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ എന്ത് എഴുതാം? ഹദിയ എന്ന് എഴുതാം. പിന്നെ ഐന യാമലു വാലിദ് ഫവാസ്, എവിടെയാണ് ഫവാസിന്റെ പിതാവ് വർക്ക് ചെയ്യുന്നത്? ഐന യാമലു, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? വാലിദ് ഫവാസ്, ഫവാസിന്റെ പിതാവ് എവിടെയാ വർക്ക് ചെയ്യുന്നത്? ഫിഷരിക്കത്തി ഖത്തർ ലിൽ പെട്രോൾ അല്ലേ? ഫിഷരിക്കത്തി ഖത്തർ കമ്പനിയില് ലിൽ പെട്രോളിയം കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ? പിന്നെ അഞ്ചാമത്തെ എന്താ? ലിമലം തഹ്ലുറിൽ മദ്രസത്ത അംസി മനിൽ ഖായിൽ, ലിമലം തഹ്ലുറിൽ മദ്രസത്ത അംസി, നീ എന്തുകൊണ്ട് ഇന്നലെ ക്ലാസ്സിൽ വന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. മനിൽ ഖായിലും, ഇതാരാണ് ചോദിച്ചത്? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഫസ്റ്റിൽ തന്നെ? അതാരാണ് ചോദിച്ചത്? മുറബിയത്തുസ്സുഫ് അല്ലേ? ക്ലാസ് ടീച്ചർ. അപ്പോൾ അതവിടെ എഴുതാം, മുറബിയത്തുസ്സുഫ്. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും നോട്ട്സുകളൊക്കെ നേർക്ക് നന്നായിട്ട് എഴുതുക, ക്ലാസ് കേൾക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു, ബൈ.